കാറ്റ് നിലവിളിക്കുവാൻ തുടങ്ങുകയും യുദ്ധക്കളം നിശബ്ദമാവുകയും ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളുക, സാൻഡ് വില്ലേജിന്റെ 1.5 കുനോയിച്ചി എത്തിയിട്ടുണ്ട്. ശത്രുക്കളെ ആക്രമിക്കാതെ നിഷ്പ്രയാസമായി മായ്ച്ചു കളയുന്ന മണലിന്റെ തന്നെ രാജകുമാരി, മരുഭൂമിയിൽ ജനിച്ച അതിജീവനത്താൽ മൂർച്ച കൂട്ടിയ ആ ബാലികയുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്നത് സാക്ഷാൽ കൊടുങ്കാറ്റ് തന്നെയാണ്. അതെ, നാറൂട്ടോ വേഴ്സിലെ ദ ക്യൂൻ ഓഫ് വിൻഡ് റിലീസ് എന്നറിയപ്പെടുന്ന ടെമാരി ഓഫ് ദി സാൻഡ്. ഓക്കെ ഫൈൻ, നാറൂട്ടോ യൂണിവേഴ്സിലെ വൺ ഓഫ് ദി അണ്ടർ റേറ്റഡ് സ്ക്രീൻ ടൈം കുറഞ്ഞു കിട്ടിയ ഒരു ക്യാരക്ടർ തന്നെയാണ് ടെമാരി. ഇന്ന് നമ്മൾ ടെമാരിയുടെ ആ ഒരു എൻറ്റയർ ലൈഫും അവളുടെ പ്രത്യേക പവേഴ്സും പേഴ്സണാലിറ്റിയും എന്തൊക്കെയാണ് സ്റ്റോറിയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റും ലെഗസിയും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ടെമാരിയുടെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? ടെമാരി സുനാഗാകുറെ അല്ലെങ്കിൽ നമ്മുടെ ഹിഡൻ സാൻഡ് വില്ലേജിൽ പിറന്ന ഒരു കുനോയിച്ചിയാണ്. നമുക്കറിയാലോ, സുനാഗാകുര അറിയുന്നത് തന്നെ ഒരു റൂത്ത്ലെസ് ഷിനോബി കൾച്ചറൊക്കെ ആയിട്ട് തന്നെയാണ്. അതിൽ തന്നെ കസേക്കാഗെ ഫാമിലിയിലെ റാസയുടെ, അതായത് 4th കസേക്കാഗയുടെ മകളായിട്ടാണ് ടെമാരി ജനിക്കുന്നത്. ഓഫ് കോഴ്സ് ഫാമിലിയിലുള്ളവർ തന്നെയാണ് നമ്മുടെ ബ്രദേഴ്സ് ആയിട്ടുള്ള കാങ്കുറോയും ഗാരയും. യെസ്, കാങ്കുറോ ഇതിനകത്ത് മിഡിലാണ്, ഗാരയാണ് ഏറ്റവും ഇളയത്, ടെമാരിയാണ് ഏറ്റവും എൽഡർ. അതുകൊണ്ട് തന്നെ ടെമാരി വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് ഗാരയുടെ ആ ഒരു ഐസൊലേഷനും, എന്തുകൊണ്ടാണ് നാട്ടിലുള്ള എല്ലാവരും ഗാരേനെ ഇങ്ങനെ പേടിക്കുന്നതെന്നും, അസാസിനേഷൻ അറ്റംപ്റ്റ്സും, അതും അവൻ്റെ അച്ഛൻ പോലും ഇവനെ കൊല്ലണമെന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം വിറ്റ്നസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ടെമാരി വളർന്നു വരുന്നത്. ഇത് തന്നെയായിരിക്കാം അവളുടെ ആ ഒരു വേൾഡ് വ്യൂവിനെ ഷേപ്പ് ചെയ്തതെന്നും പറയാം. അതായത് സ്ട്രെങ്ത് ആൻഡ് കൺട്രോളും നെസസറിയാണ് സർവൈവ് ചെയ്യാൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയോളജി. ഇനി നമുക്ക് ആദ്യത്തെ പേഴ്സണാലിറ്റി, നമ്മൾ ആദ്യം കാണുന്ന ടെമാരിയുടെ പേഴ്സണാലിറ്റിയും പിന്നെ ആ ഒരു ഫിയർ എങ്ങനെയാണ് റെസ്പെക്റ്റിലേക്ക് മാറിയെന്ന് നോക്കാം. ആദ്യം നമ്മൾ സീരീസിൽ കാണുന്ന പോലെ തന്നെ ടെമാരിക്ക് ഗാരനെ നല്ല രീതിയിൽ പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ബട്ട് ബാക്കിയുള്ളവരെ പോലെ അല്ലായിരുന്നു ടെമാരി. ഒരിക്കലും ഗാരനെ കളിയാക്കിയിരുന്നില്ല, ഒരു മോൺസ്റ്ററായിട്ട് ട്രീറ്റ് ചെയ്തിട്ടേ ഇല്ല. എപ്പോഴും പറ്റുന്ന ടൈമിൽ എപ്പോഴും അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ടെമാരി നോക്കിയിരുന്നത്. അത് നമുക്ക് സീരീസിലുടനീളം, അതായത് നാറൂട്ടോ ഗാരനെ മാറ്റിയതിന് ശേഷം ടെമാരിയാണ് ഗാരയുടെ വൺ ഓഫ് ദി സ്ട്രോങ്ങസ്റ്റ് സപ്പോർട്ടേഴ്സ് ആയിട്ട് കാണാവുന്നത്. സ്പിൻ ഓഫിലെ മൂവീസോ അല്ലെങ്കിൽ മറ്റേ ഫില്ലർ എപ്പിസോഡ്സ് ഒക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ടെമാരിനെ നമുക്ക് മേജറായിട്ട് അപ്പിയർ ചെയ്യിപ്പിക്കുന്നത് ചുനീൻ എക്സാം ആർക്കിലാണ്, അതായത് ടീം സാൻഡിന്റെ ഭാഗമായിട്ട്. അവിടെ ഗാരയാണ് മെയിനെങ്കിലും കാങ്കുറോയും ടെമാരിയനും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം കാണുമ്പോൾ ഒരു കാമായിട്ട് എന്നാൽ എല്ലാം അനലൈസ് ചെയ്യുന്ന ഒരു ഇൻറ്റിമിഡേറ്റിംഗ് പ്രസൻസ് ഉള്ള ഒരു സൂപ്പർ കുനോയിജി ആയിട്ടാണ് നമ്മൾ ടെമാരിനെ അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ടെമാരി വേഴ്സസ് ടെൻറ്റൻ ഉണ്ടായിരുന്നല്ലോ, വൺ ഓഫ് ദി മോസ്റ്റ് വൺ സൈഡഡ് ഫൈറ്റ്സ് എന്ന് തന്നെ പറയാം. കാരണം ടെൻറ്റനെ എഫോർട്ട്ലെസ് ആയിട്ടാണ് ടെമാരി അവിടെ വീഴ്ത്തിയത്. അതിൽ നിന്ന് തന്നെ സാൻഡ് വില്ലേജിന്റെ ആ ഒരു ഓറ കാണിക്കാനായിരിക്കണം ചെയ്തത്. ബട്ട് സ്റ്റിൽ ഐ ഫീൽ ബാഡ് ഫോർ ടെൻറ്റൻ കേട്ടോ. ടെൻറ്റൻ്റെ വീഡിയോയിൽ ഇത് പറയാം. എന്നിരുന്നാലും ലോങ് റേഞ്ച് ഡൊമിനൻസും ബാറ്റിൽ ഫീൽഡ് കൺട്രോളും ടാക്ടിക്കൽ സുപ്പീരിയറ്റുമുള്ള ഒരു 1.5 കുനോയിച്ചിയാണ് ടെമാരി എന്ന് കാണുന്ന എല്ലാവർക്കും തന്നെ അന്ന് ഉറപ്പിക്കാം. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന മോസ്റ്റ് ഡേഞ്ചറസ് ലോങ് റേഞ്ച് വിൻഡ് യൂസർ ആയിട്ട് നമുക്ക് ടെമാരിനെ വാഴ്ത്തിപ്പാടാം. മെയിൻലി ഇനി അടുത്ത ഒരു കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒറോച്ചിമാരുവിൻ്റെ കൂടെ ചെന്നിട്ട് കൊണോഹനെ ഡിസ്ട്രോയ് ചെയ്യാൻ നേരത്ത് എല്ലാ ഓർഡേഴ്സും സ്വീകരിക്കുന്ന ഒരാളായിട്ട് ടെമാരിനെ കാണിക്കുന്നുണ്ടെങ്കിലും അവൾ ഒരിക്കലും അത് എൻജോയ് ചെയ്തിരുന്നില്ല. ഈ ഒരു ഡിസ്ട്രക്ഷൻ, ആ ഒരു ഹെസിറ്റേഷൻ എപ്പോഴും ടെമാരി കാണിച്ചുകൊണ്ടേ ഇരുന്നിരുന്നു. ഈ ഒരു ടൈമിൽ തന്നെയാണ് സാസ്കെ ഗാരനെ ചേസ് ചെയ്ത് പോയപ്പോൾ ടെമാരിയും കാങ്കുറോയും കൂടെ ഗാരനെ എസ്കോർട്ട് ചെയ്യുന്നുണ്ട്. അതെല്ലാം ആ ഒരു സ്നേഹത്തിന്റെ പ്രതീകം തന്നെയാണ്. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗാരനെ ബേസ്ഡ് ആണെങ്കിലും ടെമാരിയുടെയും കാങ്കുറോയുടെയും ആ ഒരു മോറൽ എവല്യൂഷൻ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇതിനുശേഷമാണ് ആദ്യമായിട്ട് ഗാരയുടെ ഡിഫീറ്റ്, അതായത് നാറൂട്ടോ ഗാരനെ ഡിഫീറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഗാര കരയുന്നത് ടെമാരി കാണുന്നു. ആ ഒരു ടൈമിൽ നാറൂട്ടോയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ മനസ്സിലാക്കി ടെമാരി നല്ല രീതിയിൽ മാറുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ്, ലോയൽ, സപ്പോർട്ടീവായിട്ട് ഗാരനെ ഒരു യങ്ങർ ബ്രദർ എന്ന രീതിയിലും ഒരു ഗ്രേറ്റ് ലീഡർ എന്ന രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഗ്രോ ചെയ്യുവാൻ നമ്മുടെ ടെമാരി. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഗാരയുടെ മാറ്റത്തിന് ടെമാരി കാരണമല്ല, എന്നാൽ ഗാര മാറിയപ്പോൾ അവനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഒരു ക്രൂഷ്യൽ പങ്ക് വഹിച്ച ഒരാൾ തന്നെയാണ് ടെമാരി. തുടർന്ന് നാറൂട്ടോ ഷിപ്പുദുനിൽ ഒരു ട്രൂ എലൈറ്റ് ജോനിനായിട്ട് നമുക്ക് ടെമാരിനെ കാണാം. യെസ്, റാങ്ക് പറയുന്നുണ്ട്, പ്രൊമോട്ടഡ് ടു ജോനിൻ എന്ന് പറയുന്നുണ്ട്. വൺ ഓഫ് ദി സൊനോഗാക്കുറെ സ്ട്രോങ്ങസ്റ്റ് ആക്റ്റീവ് നിഞ്ച എന്ന് തന്നെ പറയാം.
പിന്നീട് മേജർ സ്റ്റോറി ലൈനൊക്കെ വരുന്നത് നമ്മുടെ കസേക്കാഗെ റെസ്ക്യൂ ആർക്കിലാണ്. അതായത് ഗാരനെ അക്കാട്സുക്കിൽ നിന്ന് റെസ്ക്യൂ ചെയ്യാൻ പോകുന്നതിൽ നമ്മുടെ കൊണോഹ ഷിനോബിയുടെ ഒപ്പം നിന്ന് തന്നെ ഫോട്ട് ചെയ്യുന്ന ഒരാളാണ് ടെമാരി. ഈ ഒരു ടൈമിലും അന്യായമായിട്ടുള്ള വിൻ റിലീസ് മാസ്റ്ററി നമ്മുടെ ടെമാരി കാണിച്ചു വിടുന്നുണ്ട്. അതിൽ എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ സൗണ്ട് 4 ആയിട്ടുള്ള അതിന ടെമാരി വേഴ്സസ് ടായുവ അതുണ്ടല്ലോ, വൺ ഓഫ് മർ മോസ്റ്റ് ഐക്കോണിക് ബാറ്റിൽസ് തന്നെയാണ്. അതിൽ കേഴ്സ് മാർക്ക് യൂസറിനെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ടെമാരിയുടെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് ഫുൾ ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ ഒന്ന് വിൻ റിലീസ് അല്ലെങ്കിൽ ഫുട്ട് ഓൺ എന്ന് പറയും, മാസ്റ്റർ ലെവൽ തന്നെയാണ്. സ്ട്രോങ്ങസ്റ്റ് വിൻ റിലീസ് യൂസർ എമംഗ് ദ കൊണോഹ 11 അഡ്ജസൻറ്റ് ജനറേഷൻ എന്നാണ് നാറൂട്ടോ ഡേറ്റ ബുക്ക് അടിവരയിട്ട് പറയുന്നത്. അതിൽ തന്നെ സിഗ്നേച്ചർ ടെക്നിക്സ് ആയിട്ടുള്ള ഗ്രേറ്റ് സിക്കിൾ വീസിൽ ടെക്നിക്കും സമ്മണിങ്, അതായത് കമാതാരിനെ സമ്മൺ ചെയ്യുന്നു, വിൻഡ് ഷൈറ്റയും സൈക്ലോൺ ഷൈറ്റയും വിൻഡ് ബ്ലേഡ് ബരാജും ഒക്കെ വൺ ഓഫ് ദി സിഗ്നേച്ചർ ടെക്നിക്സ് ആണ് നമ്മുടെ ടെമാരിയുടെ. നാറൂട്ടോ ഡേറ്റ ബുക്കിൽ ടെമാരിയുടെ അറ്റാക്സ് ഫോറസ്റ്റിനെ കട്ട് ചെയ്യുന്നു, ബാറ്റിൽ ഫീൽഡ്സിനെ ലെവൽ ചെയ്യുന്നു, ഡിസ്റ്റൻസിനെ പെർഫെക്റ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ടെമാരിയുടെ പവറാണ് ടാക്ടിക്കൽ ഇൻ്റലിജൻസ്. ടെമാരി ഒപ്പോണൻസിൻ്റെ മൈൻഡ് ക്വിക്ക്ലി റീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു ടെറയിൽ നിന്നും ഫൈറ്റ് ചെയ്യുവാനും അത് കൺട്രോൾ ചെയ്യുവാനും നമ്മുടെ ടെമാരിക്ക് സാധിക്കും. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ റയർലി ഫൈറ്റ്സ് ഹെഡ് ഓൺ എന്ന് തന്നെ പറയാം. ഹെഡ് ഓൺ ആയിട്ട് റയർലി ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. മിക്കവാറും വിൻ ചെയ്യുന്നത് പൊസിഷൻ കൊണ്ടും പേഷ്യൻസ് കൊണ്ടുമാണ്. പിന്നെ നമുക്കറിയാം ഐക്കോണിക് ആയിട്ടുള്ള ടെമാരിയുടെ വെപ്പൺ ജൈന്റ് അയൺ ഫാൻ. ഇത് സത്യം പറഞ്ഞ ഒരു ഷീൽഡായിട്ടും ഒരു ചക്ര ആംപ്ലിഫയർ ആയിട്ടും ഒരു ഏരിയ ഓഫ് എഫക്റ്റ് വെപ്പൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തുടർന്ന് ഇനി ടെമാരിയുടെ 4th ഗ്രേഡ് നിഞ്ച വാർ കോൺട്രിബ്യൂഷനോ നാറൂട്ടോയിൽ കാണിക്കുന്നുള്ളൂ. അതായത് നമുക്കറിയാം ഒരു ഡിവിഷൻ്റെ ലീഡർ ആയിരുന്നു ടെമാരി, ഒരു ടാക്ടിക്കൽ കമാൻഡർ ആയിരുന്നു. അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ ബാറ്റിൽസും റീഇൻകാർണേറ്റഡ് ഷിനോബി ആയിട്ട് പോലും ഫൈറ്റ് ചെയ്ത് അലൈഡ് ഫോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരു കമാൻഡർ തന്നെയായിരുന്നു ഈ പറയുന്ന ടെമാരി. തുടർന്ന് കാലാന്തരത്തിൽ നമ്മുടെ ഷിഖമാരുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ നമുക്ക് കണ്ടുവരുന്നതാണ്. OG സീരീസ് തൊട്ട് തുടങ്ങിയതാണ് എന്നിരുന്നാലും അതൊരു ഡൈനാമിക് റിലേഷൻഷിപ്പ് തന്നെയായിരുന്നു. രണ്ടുപേരും സ്ട്രാറ്റജിസ്റ്റ് ആണ്, കാം അണ്ടർ പ്രഷറാണ്, ബ്രൂട്ടലി ഹോണസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ മെൻ്റലി ഇമോഷണലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവരുടെ റിലേഷൻഷിപ്പ് പതിയെ തുടങ്ങി നാച്ചുറലായിട്ട് ഒരു റെസ്പെക്റ്റോട് കൂടി ഇവഞ്ച്വലി ഷിഖമാരുവിനെ കല്യാണത്തിൽ വരെ എത്തുന്നത്. അങ്ങനെ നമ്മുടെ കസേക്കാഗയിലെ ടെമാരി വീണ്ടും ടെമാരി നാരയായി. ഇനി തുടർന്ന് ഫ്യൂച്ചർ ജനറേഷനിലേക്ക് വരുമ്പോൾ ഒരു ഡിപ്ലോമാറ്റിക് റോൾ തന്നെയാണ്, ഒരു അംബാസിഡറാണ്. അതായത് സനഗാക്കുറയും കൊണോഹ ഗാക്കുറേനെയും ഒരു അംബാസിഡറായിട്ട് ടെമാരി ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഷിഖമാരുവിൻ്റെ വൈഫ് എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ ഫാമിലി അതാണ്. തുടർന്ന് അവരുടെ മക്കളുടെ അമ്മയുമായിട്ട് നമ്മുടെ ടെമാരിയെ മനസ്സിലാക്കാം. ഇനിയിപ്പോൾ ക്യാരക്ടർ അനാലിസിസ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഷാർപ്പ്, ലോയൽ, സ്ട്രാറ്റജിക്, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് ടെമാരി. നമ്മുടെ സാക്കുറേനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹിനാട്ടേനെ പോലെയൊന്നും അത്ര ഇമോഷണൽ ആയിട്ട് നമുക്ക് തോന്നത്തില്ല. ബട്ട് എക്സ്ട്രീംലി റിലയബിൾ ആണ്, വിശ്വസിക്കാം. അതേപോലെ തന്നെ ടെമാരി റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രെങ്ത് വിത്തൗട്ട് ക്രൂവൽറ്റി എന്ന് തന്നെയാണ്, ഇൻ്റലിജൻസ് വിത്തൗട്ട് അറഗൻസും. ഇനി പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് റിട്ടൺ ഫീമെയിൽ ക്യാരക്ടേഴ്സ് എന്നുണ്ടോ ഞാൻ പറയുള്ളൂ. കാരണം നാച്ചുറലി ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇത്രയും, അതായത് കുറച്ച് സ്റ്റോറി ലൈൻ ഉള്ളതിൽ പോലും നാച്ചുറലി ഇവോൾവ് ചെയ്ത് പവേഴ്സിനെ ഏൺ ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിരുന്നു എല്ലാ രീതിയിലും. നല്ല രീതിയിൽ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് പോലെ എനിക്ക് തോന്നി. ബട്ട് സ്റ്റിൽ എനിക്കിപ്പോഴും കിഷിമോട്ടോയുടെ ഒരു ദേഷ്യമുണ്ട്, കൂടുതലും കാണാൻ പറ്റിയിട്ടില്ലല്ലോ. അതായത് നാറൂട്ടോ OGയിലും ഷിബുദയിലും. സോ അധികമൊന്നും നാറൂട്ടോ ഇമ്പാക്ട് ലൈനിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ലെഗസി രീതിയിൽ പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ, നമ്മുടെ കൊണോഹയുടെയും സുനാഗാഗാക്കുറയുടെയും ആ ഒരു അംബാസഡർ രൂപേണയും ഗാരയുടെ ആ ഒരു ലൈഫിലെ മെയിൻ ആയിട്ടുള്ള ഈവൻറ്റ്സ് നാറൂട്ടോ വേഴ്സിൽ വരുമ്പോഴാണ് മേജർ ഇമ്പാക്റ്റ് ഓൺ ലെഗസീസ് വരുന്നത്. എന്നിരുന്നാലും ഇത്രയൊക്കെയാണ് നമുക്ക് ടെമാരിയെ പറ്റി അറിയുവാൻ സാധിച്ച കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറയാൻ വിട്ടുപോയി എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ. കറക്റ്റ് ആണെങ്കിൽ നമ്മളത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. സോ അടുത്തൊരു നാറൂട്ടോ റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ടാറ്റ ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്. I told you long ago